ഹലോ, അങ്ങനെ നമ്മളിന്ന് ഡേ 5 എത്തിയേക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ പാരാഗ്ലൈഡിങ്ങും അതുപോലെ തന്നെ റിവർ റാഫ്റ്റിങ്ങും ഒക്കെ ചെയ്തിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസും ആയിരുന്നു. നമ്മുടെ ലൈഫിൽ ഒരു വട്ടമെങ്കിലും ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. സൂപ്പറായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഇന്ന്, അതായത് ഡേ 5 നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രെക്കിംഗ് ആണ്. ട്രെക്കിംഗ് ചെയ്തിട്ട് ജോഗ്നി ഫോൾസിലാണ് പോകുന്നത്. അപ്പോൾ ഇത് നേരത്തെ തന്നെ എബിന ചേച്ചൻ പറഞ്ഞിട്ടുണ്ട്, അടിപൊളി സ്ഥലമാണെന്ന്, നല്ല രസമാണ് കാണാനെന്ന്. അപ്പോൾ എക്സൈറ്റഡ് ആണ് എന്താവും നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് ബൈ ഈവനിങ് ഡൽഹിയിലേക്ക് നമ്മൾ തിരിച്ചു പോകും ബസ്സിൽ. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഡൽഹി എത്തും. ഡൽഹിയിൽ നിന്ന് പിന്നെ കുറച്ച് സൈറ്റ് സീയിങ്ങും കാര്യങ്ങളും ആയിരിക്കും ഉള്ളത്. അപ്പം നമുക്ക് പോകെ അതിലേക്ക് കടക്കാം. അപ്പോൾ അവിടെ എത്തിയപ്പം തന്നെ അജുഭായി പറഞ്ഞിരുന്നു നേരത്തെ ഒരു ബോട്ടിൽ വെള്ളം കരുതിയിരിക്കുക, മേളിൽ പോയാൽ പിന്നെ ഷോപ്പും കാര്യങ്ങളും ഒന്നുമില്ല. കുറേ നമുക്ക് ട്രെക്ക് ചെയ്യാനുണ്ട്. എനിക്കൊന്നൊരു ഓൾമോസ്റ്റ് 2 to 4 കിലോമീറ്റേഴ്സ് എങ്കിലും നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ നമുക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടി. അത് അവരെ പറ്റി പറയുകയാണെങ്കിൽ എന്താ, അവര് പൊളിയായിരുന്നു. നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് അങ്ങ് എൻഡ് വരെ അല്ലെ, ഫൈനൽ ഡെസ്റ്റിനേഷൻ വരെ നമ്മളെ കൊണ്ടെത്തിച്ച ആൾക്കാരാണ്. കൊണ്ടെത്തിക്കുക മാത്രമല്ല തിരിച്ച് റിട്ടേണും വരികയും ചെയ്യും. അതെ, നമ്മൾ സേഫ് ആണോ, ഓരോ പോയിന്റിലും നമ്മൾ സേഫ് ആണോ, കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചിട്ടാണ്. ഒരു 3-4 പേര് കാണും. 3-4 പേര് നമ്മുടെ ബാക്കിൽ ഒരാൾ കാണും, ഫ്രണ്ടിൽ ഒരാൾ, നടുക്ക് 2 പേര് കാണും. അങ്ങനെ നമ്മളിങ്ങനെ പോലെ കൊണ്ട് അവിടെ എത്തിച്ചു. അത് മറ്റാരും അല്ല, അവിടുത്തെ പട്ടികളാണല്ലേ. അത് വേണമെങ്കിൽ നമുക്ക് ഗൈഡ് ഡോഗ്സ് എന്ന് വിളിക്കാം. അതെ, ഞാനത് ആദ്യം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അവര് നമ്മുടെ വഴികാട്ടികളാണെന്ന്. അതെ, ഞാൻ വിചാരിച്ചു ഇവരെന്താണ് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോകുന്നത്, എന്ത് ഇതായിട്ടാണ്. നമ്മളിങ്ങനെ മൗണ്ടൻ ട്രെക്ക് ചെയ്യുമ്പോഴും അവിടുത്തെ പട്ടികളുണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ വരെ എത്തിക്കും. അവരപ്പോ ഇങ്ങനെ ഇടയ്ക്ക് ഇവര് നിന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കിതയ്ക്കുന്ന ഞാൻ കണ്ടു. ഇപ്പൊ നമ്മള് ഒരിടത്ത് വല്ലതും സ്റ്റക്കായിട്ട് നിൽക്കുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ അവിടെ നിൽക്കുവാണെങ്കിൽ അവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. എന്നിട്ട് അവസാനത്തെ ആള് വരുന്നവർ അതിന്റെ കൂടെയാണ് പുള്ളിക്കാരനും വരിക. കൊറേ ഡോഗ്സ് ഉണ്ടായിരുന്നു, നല്ല സ്നേഹമുള്ള പിള്ളേരായിരുന്നു. ഒരു മലയുടെ മുകളിൽ കൂടെ കയറി ഞങ്ങൾ വാട്ടർഫോൾസ് ചെല്ലുമെന്നാ പറഞ്ഞേ. കുറേ നടക്കണ്ട. ഇപ്പൊ ഇത്രയും ദൂരം നമ്മൾ നടന്നു വന്നു, ഇനി ഒരുപാട് നടക്കാം. എല്ലാരോടും പറയുക ഉളുപ്പുണ്ടോ കയറി വരാനുള്ള. ഇനി ടോപ്പിൽ ചെന്നു. ഒട്ടും ക്ഷീണിച്ചില്ല. ഭയങ്കര പാടാട്ടോ, നല്ലോണം കിതയ്ക്കുന്നുണ്ട്. എല്ലാവരും ഓരോരോ പോയിന്റിൽ ഇങ്ങനെ നിൽക്കുക. അയ്യോ, ഈ ക്ഷീണമൊക്കെ മാറുന്ന നമ്മുടെ വ്യൂ പോയിന്റ് വരുമ്പോഴല്ലേ. വെള്ളം ഇല്ലെങ്കിലോ ഇനി കാണും, നോക്കാം. ഫുൾ പ്രൊട്ടക്ഷനിലാണ് പോകുന്നത്. അവിടെ 2 പേരുണ്ട്, ഞങ്ങളുടെ ബാക്കിൽ 2 പേരുണ്ട്. നമ്മൾ പോകുന്നത് അവിടെ നിന്ന് എഴുതേക്കുന്നത് വരെ അവർ നമ്മുടെ കൂടെ ഉണ്ട്. ഫുൾ ടൈം കൂടെ ഉണ്ട്. താഴെയും നമ്മൾ കയറിയപ്പോൾ തൊട്ട് ഇവിടെ കൂടെ ഉണ്ട്. എന്തെങ്കിലും കൊടുക്കാല്ലേ? മോളിൽ ചെന്നിട്ട് എന്തെങ്കിലും കൊടുക്കാം. വാ, ഓടി വാ.
എനിക്ക് ഇതിനുള്ള മുഖം അടിപൊളി വ്യൂ ആണ്. കൂടെ കൂട്ടിനാളും ഉണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നു അവരവിടെ നിൽക്കും. അതെ, എന്നിട്ട് കുറച്ചു നേരം നോക്കി നമ്മൾ ലേറ്റ് ആയാൽ നമ്മൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും അവര്. അങ്ങനെ കുറേ ട്രെക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് കുറച്ച് വെള്ളം തോന്നല്ലേ? വെള്ളം കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം അല്ലേ? അങ്ങോട്ട് പോകണം. കുറെ ആൾക്കാരെല്ലാം അവിടെ എത്തി. ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നുള്ള കുറച്ച് പേര് ബാക്കിലും ഉണ്ട്. ഏത് മലമുകളിൽ ചെന്നാലും ഒരു ചായ കിട്ടിക്കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും അല്ലേ? ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളിക്കാരി എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട്. കാണിച്ച്. പുള്ളിക്കാരിയുടെ കൂടെ വന്നതാ. വിഷ്ണുവിൻ്റെ കൂടെ അങ്ങ് കമ്പനി ആയെന്ന് തോന്നുന്നു. വിഷ്ണു കമ്പനിയാടാ. അങ്ങനെ ചായയും കുടിച്ച് ഇവിടെ കുറച്ച് നേരം ഇനി സ്പെൻഡ് ചെയ്യണം. എങ്ങനെയാണെന്നുണ്ട് അവർ നിൽക്കുന്ന സ്ഥലം കാണുന്നുണ്ടോ? അങ്ങോട്ടും പോയി മാത്രം പറയും. വെള്ളം ഇങ്ങനെ വീഴുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഗ്ലേസിയേഴ്സും വീഴുന്നുണ്ട് കേട്ടോ. നമുക്കത് വന്ന് വീഴുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം. പട്ടക്കേന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അടിപൊളി. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ, അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ. ഇന്ന് മൊത്തം നമ്മളിവിടെ. എന്തായാലും വൈകിട്ടാവും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങുമ്പോഴത്തേക്കും. പുള്ളിക്കാരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കപ്പ് ഇവിടെ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ വേസ്റ്റ് ഒരുപാട് ഇട്ട് കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ക്യാമറ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ക്യാമറ ഉണ്ടോ? എഴുതിയിട്ടുണ്ട്. സിയോർ അണ്ടർ CCTV സർവൈലൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. എവിടെ വെച്ചേക്കുന്നറിയില്ല. അതുകൊണ്ട് ഈ കപ്പ് നമുക്ക് തിരിച്ചു കൊടുക്കണം. അത് വേണ്ട. വേണ്ടടാ, ബിസ്ക്കറ്റ് ഒന്നും വേണ്ടേ? ബിസ്ക്കറ്റ് വേണ്ട. തിന്നോ? വായി വെച്ച് കൊടുക്കണം. നോക്കി നിക്കുക. അങ്ങനെ ആ പട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ ബിസ്ക്കറ്റ് കൊടുത്തു. എല്ലാവർക്കും കൊടുത്തു. നല്ല ഭയങ്കര കെയർ ആഗ്രഹിക്കുന്ന പട്ടികൾ, തൊടാനും ഒക്കെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന പട്ടികൾ. എല്ലാവർക്കും കിട്ടിയില്ലേ? എനിക്ക് കൊണ്ടുവരാൻ വന്നിട്ട് എന്താ ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കുന്നത്. നോക്കി നിൽക്കുക. ഈ സൈഡിലെ പിക്കെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇനി ആ സൈഡിലോട്ട് പോകും. അപ്പോൾ ആളുകളെല്ലാം ആ ഒരു സൈഡിലോട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ ഒരു സൈഡ് മുഴുവൻ മഞ്ഞായിട്ട് വെള്ളം ഇങ്ങനെ വീണ് മഞ്ഞായി. അത്രയ്ക്കും തണുത്ത വെള്ളമാണ് വീഴുന്നത്. അത് മഞ്ഞായിക്കൊണ്ടിരിക്കുക പടപടപടാന്ന്. അടിപൊളി വ്യൂ ആട്ടോ, ഒന്നും പറയാനില്ല.
തണുത്ത് വിറച്ച് സൂപ്പർ. നേരെ വെള്ളത്തിനടുത്ത് നിന്നപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പ്. ഐസ മേലീന്ന് വീഴുന്നുണ്ട് ഇടയ്ക്ക് ടപ്പ സൗണ്ട് കേൾക്കുന്നുണ്ട്. മലയുടെ മുകളിൽ നിന്ന് വരില്ലേ? നല്ല തണുപ്പ്. വന്നപ്പോ പോലെയല്ല, നല്ല തണുപ്പ്. ഇപ്പോ വാട്ടർഫോള് കിടിലനാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ വാട്ടർഫോള് പോലെയല്ല, തണുപ്പില്ല. പക്ഷെ നല്ല എക്സ്പീരിയൻസാ. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞും വീഴുന്നുണ്ട്, എക്സ്പീരിയൻസ് ഒന്ന് കൂട്ടാൻ. വാ കമോൺ, എല്ലാരും മേലെ എത്തി ഗൈസ്, നമുക്ക് മേലേക്ക് പോവാം. ഇവര് നിൽക്കുന്നു, ഇവരൊക്കെ ഓടി മേലെ കയറി ബസ് തന്നെ. അയ്യോ, ഇവരെല്ലാം ചാടിക്കടന്ന് എന്നെ കൊണ്ടുപോയില്ല കേട്ടോ. ഞാൻ ദേ ചാടിക്കടക്കാൻ പോവാ. ആരും കേറാതിരിക്കാനാണ് ഇവിടെ പാറയെല്ലാം കൊണ്ട് വെച്ചേക്കുന്നത്. എല്ലാവരും കൂടെ ചാടി കയറുക. അപ്പോൾ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ് ട്രെക്കിങ് കഴിഞ്ഞു കേട്ടോ. ട്രെക്കിങ് കഴിഞ്ഞില്ല, ഈ വാട്ടർഫോൾസിന് അടുത്ത് നിന്ന് താഴോട്ട് ചെല്ലാൻ പറ്റുന്നുണ്ട് ഗൈഡ്. നമ്മുടെ ഇനി ഒരു ഫോട്ടോ എടുക്കണം, എല്ലാവരും കൂടെ ചേർത്ത് ഇതിൻ്റെ മുന്നിൽ നിർത്തി. അടിപൊളി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് താഴോട്ട് പോവാം. നോക്കി ഇറങ്ങണേ മതി. ബൈ ബൈ. ബാ. ഓക്കെ, അപ്പം നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞു, ജോഗ്നി ഫോൾസ് കണ്ടു, ഇങ്ങനെ താഴെ വരെ എത്തി. ഇവിടെ ഉണ്ട് കുറേ പട്ടികൾ. എല്ലാവരും ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങിയ. നല്ലതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇനി മാർക്കറ്റിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. ലോക്കൽ മാർക്കറ്റിൽ പോകുന്നുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കത് കാണാം. പർച്ചേസ് കഴിയുന്നില്ല ഗൈസ്, വൺ പർച്ചേസിലാണ്. കട്ടിയോടെ കൊണ്ടുവന്ന പേഴ്സാണ്, ഞാനിപ്പോ കാലിയായത്. മണാലിക്ക് വരരുത് ഗൈസ്, ബാച്ചിലറായിട്ട് മാത്രം വരാൻ പറ്റുന്ന സ്ഥലമാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ എല്ലാ പരിപാടിയും തീരും ഗൈസ്. നമ്മൾ ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് ഗൈസ്. അങ്ങനെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. മണാലിയിലത്തെ അഡ്വഞ്ചേഴ്സും എല്ലാം ഇന്ന് ഇവിടെ തീരുകയാണ്. ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 7 o'clock ആകുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി റെഡിയാവും അല്ലേ, പോകാൻ വേണ്ടിയിട്ടുള്ള. റെഡിയാവുന്നത് ഇപ്പോൾ ചെറുതായിട്ട് ഇവിടെ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹിമാചലിലെ മഴയും കാണാൻ പറ്റി, നല്ല തണുപ്പുണ്ട്. നാളെ വിട്ടാൽ തന്നെ നാളെ രാവിലെ ഒരു 10 മണിക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം. അങ്ങനെ നമ്മൾ എന്നിട്ട് തിരിച്ച് നമ്മൾ ഡൽഹിയിലോട്ട് പോവുകയാണ്. ഡൽഹിയിലെ കൂടുതൽ കാഴ്ചകൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.